അവർ സ്വർഗത്തിൽ പോകും. സ്വർഗത്തിൽ പോകില്ല, കാരണം വചനം അനുസരിക്കാത്തവർ സ്വർഗത്തിലേക്ക് പോകില്ല, ദൈവം കടത്തിവിടില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങൾ മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. ഇത് ഒരിക്കലും ഒരു കാരണവശാലും ഒരു തർക്കവും ഉണ്ടാകാൻ പാടില്ലാത്തൊരു വിഷയമാണ്. പക്ഷേ ലോകം മുഴുവൻ ഇതിനെക്കുറിച്ച് വളരെ തർക്കങ്ങളും പല ആശയക്കുഴപ്പങ്ങളും ഉണ്ട്. പക്ഷേ ബൈബിളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരാശയക്കുഴപ്പവും ഇതിലുമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണ്? മാമോദീസയെ പറ്റിയാണ് നമുക്കിന്ന് വിഷയം. അതെ, മാമോദീസ അല്ലെങ്കിൽ ശിശു സ്നാനം, അങ്ങനെയുള്ള ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഇത് ഞങ്ങളുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഞങ്ങളുടെ വികാരങ്ങൾ എന്ത് പറയുന്നു, ഞങ്ങൾക്ക് ഏതാണ് ശരിയെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാമധേയ വിഭാഗം പഠിപ്പിക്കുന്നതോ ഏതെങ്കിലും ഒരു സഭ പഠിപ്പിക്കുന്നതോ പ്രീച്ചർ പഠിപ്പിക്കുന്നതോ അതൊന്നുമല്ല. എന്താണ് നമ്മൾ നോക്കുന്നത്? ബൈബിൾ എന്താണ് പറയുന്നത്? ബൈബിൾ എന്താണ് പറയുന്നത്, ബൈബിളിലേക്ക് മാത്രം. കാരണം ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ബൈബിളിൽ മാത്രമാണ് ഏത് സമയത്ത് ഏത് കാലഘട്ടത്തിലും നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ അതുമാത്രമല്ല, ഞങ്ങളുടെ ഉദ്ദേശം ഈ വീഡിയോകൾ ചെയ്യുന്നതിലൂടെയുള്ള ഉദ്ദേശം സത്യം എങ്ങനെയെങ്കിലും ആളുകളിലേക്ക് എത്തിക്കുക. അതായത് വെറും ആളുകളല്ല, സത്യം അന്വേഷിക്കുന്നവരിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ഒരു പോയിന്റ് ഇതാണ്, സ്നാനത്തെ സംബന്ധിച്ച് ബൈബിൾ എന്താണ്, അത് പ്രധാനപ്പെട്ടതാണോ? തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ലോകത്തിൽ പല തർക്കങ്ങളും അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങളുള്ള ഒരു വിഷയമാണ് സ്നാനം ആവശ്യമാണോ, സ്നാനത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ, അല്ലെങ്കിൽ രക്ഷയ്ക്ക് സ്നാനം ആവശ്യമാണോ? ബൈബിൾ എന്താണ് പറയുന്നത്? രക്ഷയ്ക്ക് സ്നാനം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതെ, കാരണം അപ്പോസ്തലപ്രവൃത്തി 2:38, അതായത് സഭ ആരംഭിച്ച ദിവസമാണ് അപ്പോസ്തലപ്രവൃത്തി 2:38 പെന്തക്കോസ് നാളിൽ. AD എത്രയിലായിരുന്നു സഭ? AD 30 സഭ ആരംഭിക്കുന്നത്. AD 30 സഭ ആരംഭിച്ചപ്പോൾ ആദ്യമായി സുവിശേഷം പ്രസംഗിക്കുന്നത് പത്രോസ് അപ്പോസ്തലൻ. അതും കൂടെ അപ്പോസ്തലന്മാരും ഉണ്ട്. ആ പത്രോസ് അപ്പോസ്തലനിലൂടെ ദൈവം സംസാരിച്ച വചനങ്ങളാണിത്. അപ്പോസ്തലപ്രവൃത്തി 2:38 അവിടെ പറയുന്ന വാക്യം ഇതാണ്, നിങ്ങൾ ഓരോരുത്തൻ നിങ്ങളുടെ താന്താന്റെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്നുള്ള ദാനം ലഭിക്കും. അപ്പോൾ സ്നാനത്തിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ലേ? തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ അപ്പോസ്തലപ്രവൃത്തി 8:36 എത്യോപ്യക്കാരനായ ഷണ്ണൻ, സ്നാനം എവിടെയാണ് നടക്കുന്നത്? വെള്ളത്തിലാണ്. വെള്ളത്തിൽ. അതായത് സ്നാനം വെള്ളത്തിലാണ് നടക്കുന്നതിനുള്ള ഒരു തെളിവാണത് അപ്പോസ്തലപ്രവൃത്തി 8:36. അതായത് ഫിലിപ്പോസ് ഷണ്ണനോട് ആ ഒരു സുവിശേഷം അറിയിച്ചപ്പോൾ, യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചപ്പോൾ, പോകുന്ന വഴി ഷണ്ണൻ പറഞ്ഞു, അതാ നോക്കൂ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് ഷണ്ണൻ അവിടെ പറയുകയുണ്ടായി. അപ്പൊ സ്നാനം എവിടെയാണ് നടക്കുന്നത്? വെള്ളത്തിലാണ് സ്നാനം നടക്കുന്നത്. പിന്നെ 1 പത്രോസ് 3:21 നമുക്ക് കാണാം, സ്നാനമോ ഇപ്പോൾ നിങ്ങളുടെ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല, പക്ഷെ ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കായിട്ടത്രേ, അത് നിങ്ങളെ ഇപ്പോൾ രക്ഷിക്കുന്നു എന്ന്. സ്നാനം നിങ്ങളെ രക്ഷിക്കുന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ റോമർ 6:1-11 വരെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾക്ക് തന്നെ ഇത് സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കുക. ഇതെല്ലാം ഞങ്ങൾ നേരത്തെ മറ്റു വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അവിടെ പറയുന്നു, സ്നാനത്തിൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി മരിക്കുന്നു, ക്രൂശിക്കപ്പെടുന്നു, അടക്കപ്പെടുന്നു, പുതിയ മനുഷ്യനായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു. അല്ലെ? ഇതെല്ലാം വളരെ സ്നാനത്തിനപ്പോൾ ഒരു ഇമ്പോർട്ടൻസും ഇല്ലേ? തീർച്ചയായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യം തന്നെയാണ് സ്നാനം. പിന്നെ അതുമാത്രമല്ല, അപ്പോസ്തലപ്രവൃത്തി 22:16 പൗലോസ് അപ്പോസ്തലൻ, അതായത് ശൗലായിരുന്ന സമയത്ത് അനന്യാസി എന്ന അദ്ദേഹത്തോട് പറയുകയാണ്, അപ്പോസ്തലപ്രവൃത്തി 22:16, ഇനി നീ താമസിക്കുന്നത് എന്ത്? ഈ എഴുന്നേറ്റവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക. അപ്പൊ പാപം കഴുകിക്കളയണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വ്യക്തി സ്നാനമേൽക്കണം. സ്നാനത്തിലാണ് അത് ദൈവം കഴുകിക്കളയുന്നത്, മനുഷ്യനല്ല, ദൈവമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പിന്നെ നമുക്ക് കാണാം, യേശു നിക്കോദീമോസ് രാത്രിയിൽ യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ, യോഹന്നാൻ 3-ാം വായിക്കുക, നിക്കോദീമോസ് എന്ന് പറഞ്ഞ ഒരു പ്രമാണി വരുമ്പോൾ യേശു അവനോട് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കയില്ല. അപ്പൊ സ്നാനത്തിന്റെ കാര്യമാണ് യേശുവും അവിടെ പറയുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, സ്നാനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം, അതിലൊരു തർക്കവുമില്ല. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം ഇതാണ്, ഇന്ന് നമ്മളുടെ ഒരു വിഷയത്തോട്, സ്നാനം തളിക്കലാണോ അല്ലെങ്കിൽ പൂർണ്ണമായി മുങ്ങലാണോ? സ്നാനം പൂർണ്ണമായി മുങ്ങലാണ്. അത് നമുക്ക് ബൈബിൾ പ്രകാരം എങ്ങനെ തെളിയിക്കാൻ പറ്റും? കാരണം സ്നാനത്തിന് വേണ്ടി ഒരു പുതിയ നിയമം എഴുതിയത് ഏത് ഭാഷയിലാണ്? ഗ്രീക്ക് ഭാഷയിൽ സ്നാനത്തിന്റെ വാക്ക് ഏതാണ്? ബാപ്റ്റിസോ എന്നുള്ള വാക്കിന് ഒരേ ഒരു അർത്ഥമുള്ളൂ, പൂർണ്ണമായി നിമഞ്ജനം ചെയ്യുക, സബ്മേർജ് അല്ലെങ്കിൽ നിമഞ്ജനം ചെയ്യുക. അല്ലെങ്കിൽ സബ്മർജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സബ്മറീൻ എന്ന് പറയുമ്പോൾ എന്താണ്? മുങ്ങിക്കപ്പൽ പൂർണ്ണമായും മുങ്ങുന്നത് കൊണ്ടാണ് അതിന് സബ്മറീൻ എന്ന് പറയുന്നത്. സബ്മർജ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പോൾ സ്നാനത്തിന് ഒരർത്ഥമുള്ളൂ, ബാപ്റ്റിസോ. ഗ്രീക്കിൽ ദൈവം, അത് പുതിയ നിയമം എഴുതിയ ഭാഷ ഇതാണ്, ബാപ്റ്റിസോ.
ബാപ്റ്റിസോന്റെ അർത്ഥം പൂർണ്ണമായി മുങ്ങുക. അത് പിന്നെ എങ്ങനെ റാൻഡിസോ ആയി മാറും? അത് പല ആൾക്കാരും ബൈബിൾ പൂർണ്ണമായി മനസ്സിലാക്കാതെ ചെയ്യുന്നത് കൊണ്ടാണ്. അതെ, റാൻഡിസോയാണ് പലരും ചെയ്യുന്നത്, തളിക്കൽ. അതാണോ അവിടെ എഴുതിയിരിക്കുന്നത്? ആദ്യമായിട്ട് സുവിശേഷം പ്രസംഗിച്ചത് അപ്പോസ്തല പ്രവൃത്തി 2:38 അറിയാം. അവിടെ പറയുന്നത് പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ബാപ്റ്റിസോ ചെയ്യുക, അതായത് പൂർണ്ണമായും മുങ്ങുക, അല്ലാതെ തളിക്കപ്പെടാനല്ല. എത്യോപ്യക്കാരനായ ഷണ്ണൻ പറഞ്ഞത് ഇങ്ങനെയല്ല, അതാ നോക്കൂ വെള്ളം, ഞാൻ തളിക്കപ്പെടട്ടെ, അങ്ങനെയല്ല. റാൻഡിസോ ചെയ്യട്ടെ എന്നല്ല പറഞ്ഞത്, അതാ നോക്കൂ വെള്ളം, ഞാൻ ബാപ്റ്റിസോ ചെയ്യുന്നതിൽ എന്ത് വിരോധം? അപ്പോൾ ഇതൊക്കെ നമുക്ക് ബൈബിളിൽ നിന്ന് ഒരു സംശയവും ഇല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ തളിക്കലല്ല, പൂർണ്ണമായും നിമഞ്ജനം ചെയ്യലാണ് സ്നാനം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പക്ഷെ ആളുകൾ ഇതൊക്കെ? പിന്നെ നമ്മൾ ഒരു കാര്യം കണ്ടതാണ്, സ്നാനത്തിൽ യേശുക്രിസ്തുവിനോടുകൂടി മരിക്കുന്നു, അടക്കപ്പെടുന്നു, ഉയർത്തെഴുന്നേൽക്കുന്നു. ആ മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും കറക്റ്റായിട്ടുള്ള ഒരു പ്രതീകം കൂടി ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രതീകം കൂടിയാണ് സ്നാനം. ആരെങ്കിലും ഒരു ഡെഡ് ബോഡി കയ്യും കാലും പുറത്തിട്ടിട്ട് അടക്കം ചെയ്യും? ഒരിക്കലുമില്ല. അത് അങ്ങനെ അടക്കം ചെയ്താൽ വളരെ വലിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ പൂർണ്ണമായിട്ട്, അപ്പോൾ സ്നാനത്തിൽ ഒരാൾ അടക്കപ്പെടുമ്പോൾ പൂർണ്ണമായിട്ടാണ് ആ ഒരു പൂർണ്ണമായി മുങ്ങുമ്പോൾ ശരീരം മുഴുവനും, അതായത് നമ്മൾ വിശ്വാസത്തോടുകൂടി നമ്മളെ തന്നെ അടക്കം ചെയ്യുകയാണ്. പഴയ മനുഷ്യനല്ലേ ഇത് അടക്കം ചെയ്യുന്നത്? തീർച്ചയായിട്ടും. പുതിയ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഉയർത്തെഴുന്നേൽ. അതിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. യേശുക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെടുന്നു, അടക്കപ്പെടുന്നു, പിന്നെ ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്പോൾ ബൈബിളിൽ എവിടെയെല്ലാം സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്? ബാപ്റ്റിസോ. അത് നിങ്ങൾ മറന്നു പോകരുത്. പക്ഷെ പലരും പല വിഭാഗങ്ങളും ചെയ്യുന്നത് റാൻഡിസോ, അതായത് തളിക്കൽ. നിൻ്റെ കയ്യിൽ വെള്ളം ഇവിടെ കുറച്ചുണ്ട് പക്ഷെ തളിക്കുന്നില്ല, ആ തളിക്കൽ. പിന്നെ അതുപോലെ ഒഴിക്കൽ, അതായത് കെയോ. പക്ഷെ ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വീണ്ടും ഞങ്ങൾ പറയുകയാണ് ബാപ്റ്റിസോ. ഓക്കെ, ബാപ്റ്റിസോ. നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം, ഇന്ന് അതിനുള്ള സകല റീസോഴ്സുകളും ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടി, പിന്നെ എന്തുകൊണ്ടാണ് ഇത്, എപ്പോഴാണ് ഇത് മാറിയത്, അല്ലെങ്കിൽ എന്ത് കാരണത്താൽ, എങ്ങനെയാണ് ഇത് മാറിയത്? അവർ വചനത്തെ പൂർണ്ണമായി മനസ്സിലാക്കാത്തതുകൊണ്ട്. ഓക്കെ, നമുക്ക് ചരിത്രത്തിൽ കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കാം. കാരണം സഭ ആരംഭിച്ചത് AD 30 നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. AD 30 തുടങ്ങി അവർ ബാപ്റ്റിസോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെന്തക്കോസ് നാൾ തുടങ്ങി. പെന്തക്കോസ് നാളിന് മുൻപേ തന്നെ ശരിക്കും യോഹന്നാന്റെ സ്നാനത്തിലും അവർ ബാപ്റ്റിസോയാണ്. പക്ഷെ യോഹന്നാന്റെ സ്നാനം അത് പുതിയ നിയമം ആരംഭിക്കുന്നതിന് മുൻപുള്ളതായിരുന്നു. പുതിയ നിയമം ആരംഭിച്ചത് എപ്പോഴാണ്? യേശു മരിച്ചതിന് ശേഷം. യേശു ക്രിസ്തുവിന്റെ, അതായത് നിയമകർത്താവിന്റെ മരണത്തിന് ശേഷമാണ് പുതിയ നിയമം ആരംഭിക്കുന്നതെന്ന് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഡിസ്ക്രിപ്ഷനിൽ വീണ്ടും പരിശോധിച്ച് നോക്കാം. ഇതെല്ലാം ഉണ്ട് ഇവിടെ. ബൈബിൾ പ്രകാരം പുതിയ നിയമം ആരംഭിച്ചത് എപ്പോഴാണ് അവിടെ ഉണ്ട്. ആ പുതിയ നിയമം ആരംഭിച്ചതിന് ശേഷം സഭ ആരംഭിച്ചപ്പോഴാണ് ഈ പറഞ്ഞ ബാപ്റ്റിസോ ആദ്യമായി പ്രസംഗിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് കാണാം, സഭ ആരംഭിച്ചു കഴിഞ്ഞാൽ അവർ അതാണ് പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത്. ബാപ്റ്റിസോ, പൂർണ്ണമായി മുങ്ങുന്നു. അതായത് സഭ ആരംഭിച്ച ആ ഒരു ദിവസം തന്നെ എത്ര പേര് സ്നാനമേറ്റു? 3000 പേർ അന്ന് ക്രിസ്തുവിനോട് ചേർന്നു. അതായത് അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിച്ച് അവർ ക്രിസ്തുവിനോട് ചേർന്നു. അപ്പോൾ 3000 പേരും നിമഞ്ജനം ചെയ്തു. അത് കഴിഞ്ഞ് പിന്നീടും ഒരുപാട് പേര് സഭയിലേക്ക് ചേർന്നുണ്ട്. പിന്നെ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ ജാതികളിലേക്കും അവരും അത് തന്നെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പക്ഷെ എപ്പോഴാണ് ഇത് മാറിയതെന്ന് ചോദിച്ചു കഴിയുമ്പോൾ AD, അതായത് 500-600, AD 500-നും 600-നും ഇടയിലുള്ള സമയം, 6-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് തളിക്കൽ എന്ന് പറഞ്ഞൊരു സംഭവം പരിശീലിച്ചതിൻ്റെ ആയിട്ടുള്ളൊരു തെളിവുള്ളത്. 6-ാം നൂറ്റാണ്ടിൽ. അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണല്ലേ? AD 30 കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. അതെ. അപ്പോൾ അവിടെയാണ് ആദ്യമായിട്ട് തളിക്കുക. അത് എവിടെയാണെന്നൊന്നും ശരിക്കും അറിയില്ല, പക്ഷേ എങ്കിലും അവിടെയാണ് AD 500-നും 600-നും ഇടയിലുള്ള ഒരു സമയത്താണ്, 6-ാം നൂറ്റാണ്ടിലാണ് അത് ആദ്യമായി പരിശീലിച്ചത്. പിന്നെ നമുക്ക് കാണാം 1311 നടന്ന, അതായത് ഇറ്റലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന, ഇറ്റലിയിലെ റാവന എന്ന സ്ഥലത്ത് നടന്ന ആലോചന സമിതിയിലാണ് അവർ ആദ്യമായിട്ട് പറഞ്ഞത്. അതായത് അവിടെ കൂടി വന്ന ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ പരിശോധിച്ച് നോക്കാം. അവർ തീരുമാനിച്ചു തളിക്കലും അല്ലെങ്കിൽ നിമഞ്ജനം തളിക്കലും നിമഞ്ജനം, ബാപ്റ്റിസോയും റാൻഡിസോയും ഒരേപോലെ വാല്യൂ ഉള്ളതാണെന്ന് അവർ തീരുമാനിച്ചു. മനുഷ്യരാണോ ദൈവമാണോ? മനുഷ്യർ തീരുമാനിച്ചു. അവർക്ക് അങ്ങനെ മാറ്റാനായിട്ടുള്ള എന്തെങ്കിലും അധികാരം ഒരിക്കലുമില്ല. ദൈവം കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്ന പോലെ എല്ലാവരും കൂടി ആലോചിച്ച് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഇത് മാറ്റാന്ന ഒരു ദൈവം എപ്പോഴെങ്കിലും ആരോടെങ്കിലും ഒരിക്കലും പറഞ്ഞിട്ടില്ല. വചനത്തെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അതെ. പിന്നെ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം ഗലാത്യർ 1 വായിക്കുമ്പോൾ കാണാൻ പറ്റും. ഞങ്ങൾ സുവിശേഷിച്ചതിന് വിപരീതമായി അല്ലെങ്കിൽ വിരോധമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞങ്ങൾ സുവിശേഷിച്ചതിന്
എന്താണ് വ്യത്യാസത്തോടുകൂടി ആരെങ്കിലും എന്ന് നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആർക്കാണ് ഇത് മാറ്റാനായിട്ടുള്ള അധികാരം? ആർക്കുമില്ല. ദൈവം വെച്ചത് അങ്ങനെയാണ്. ദൈവത്തിന് മാത്രമേ അത് മാറ്റാനായിട്ടുള്ള അധികാരമുള്ളൂ. പക്ഷെ ദൈവം അത് മാറ്റില്ല. പിന്നെ അവരന്ന് തീരുമാനിച്ചു 1311 റാവന്ന, അതായത് ഇറ്റലിയിൽ റാവന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന ആലോചന സഭ, കൗൺസിൽ ഓഫ് റാവന്ന എന്ന് നിങ്ങൾക്ക് അടിച്ചു നോക്കാം. അവിടെ ആരൊക്കെയാണ് സമിതി കൗൺസിൽ നടത്തിയത്, കൂടി വന്നതെന്ന് നിങ്ങൾക്ക് തന്നെ നോക്കാം. ഇതെല്ലാം ചരിത്രത്തിലുള്ള കാര്യങ്ങളാണ്. പിന്നെ അവരവിടെ അത് തീരുമാനിച്ചു. പിന്നെയും വേറൊരു സമയത്ത് 1545 തുടങ്ങി 1563 വരെയുള്ള കാലഘട്ടത്തിൽ കൗൺസിൽ ഓഫ് ട്രെൻഡ് ആലോചന സമിതിയിലും ഇതേ കാര്യം തന്നെ അവർ വീണ്ടും ഉറപ്പിച്ചു. അതായത് തളിക്കലും സ്നാനവും ഒരേപോലെ വാല്യൂ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുത്ത് ചെയ്യാമെന്ന് അവർ പറഞ്ഞു. അവിടെ അവർ വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഓരോ പ്രാദേശിക കൂട്ടായ്മകൾക്കും തീരുമാനിക്കാം ഏത് വേണമെന്ന്. തളിക്കൽ വേണമെങ്കിൽ നിങ്ങൾ അത് ചെയ്തോ, അല്ലെങ്കിൽ ഒഴിക്കൽ വേണമെങ്കിൽ നിങ്ങൾ അത് ചെയ്തോ, അല്ലെങ്കിൽ പൂർണ്ണമായി മുക്കുകയാണെങ്കിൽ അതും ചെയ്തു, പൂർണ്ണമായി നിമഞ്ജനം ചെയ്യുകയാണെങ്കിൽ അതും ചെയ്തു. അങ്ങനെ വീണ്ടും ചോദിക്കണം, അത് മനുഷ്യർക്ക് അധികാരമുണ്ടോ? ഒരിക്കലുമില്ല. അത് ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ പോലും മനുഷ്യന്റെ മുമ്പിൽ ഏറ്റവും വലിയൊരാളായിരിക്കും, പദവിയിലിരിക്കുന്ന ഒരാളായിരിക്കും. അയാൾ വന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ മാറ്റാനായിട്ടുള്ള അധികാരം ആർക്കെങ്കിലും ഉണ്ടോ? ദൈവം അങ്ങനെ ആർക്കും കൊടുത്തിട്ടില്ല. ആർക്കും അങ്ങനെയുള്ള അധികാരം ദൈവം കൊടുത്തിട്ടില്ല. അപ്പോൾ അതാണ് നമുക്കൊരു കാര്യം കാണാം, ഇങ്ങനെയുള്ള അധികാരം ദൈവം കൊടുക്കുകയില്ല. കാരണം ദൈവത്തിന്റെ പക്കൽ എന്തില്ല? മുഖപക്ഷം. റോമർ 2:11 അവിടെ ഇതാണ് പറയുന്നത്, ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. കാരണം അപ്പോസ്തലനായ പൗലോസിനോട് നീ ബാപ്റ്റിസോ ചെയ്യണം പാപങ്ങളുടെ മോചനത്തിനായി. പെന്തക്കോസ്ത് നാളിലെ ജനത്തോട് പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായും പരിശുദ്ധാത്മാവെന്നുള്ള ദാനത്തിനായി നിങ്ങൾ ബാപ്റ്റിസോ ചെയ്യുക. എത്യോപ്യക്കാരനായ ഷണ്ണൻ നീ ബാപ്റ്റിസോ ചെയ്യുക എന്ന് പറഞ്ഞു എത്യോപ്യക്കാരനായ ഷണ്ണനോട്. ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണിയോടും പ്രസംഗിച്ചത് അതാണ്. അവർ ആ രാത്രിയിൽ തന്നെ പോയി പൂർണ്ണമായി മുങ്ങി. അവരോടൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ദൈവം ഇന്ന് നമ്മളോട്, നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ ഇന്ന് തളിച്ചാലും മതി, അല്ലെങ്കിൽ ഒഴിച്ചാലും മതി, അല്ലെങ്കിൽ നിങ്ങൾ സ്നാനം രക്ഷപ്പെട്ടിട്ട് ചെയ്താലും മതി. എങ്ങനെ ദൈവം പറയുകയാണെങ്കിൽ ദൈവം മുഖപക്ഷമല്ലേ കാണിക്കണം? അതെ, തീർച്ചയായിട്ടും. പക്ഷെ ദൈവം മുഖപക്ഷം കാണിക്കാത്തവനാണ്, മനുഷ്യനെ പോലെ അല്ല. ദൈവം സ്ഥിരതയുള്ളവനാണ്, സ്ഥിരമാണ് ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ. പുതിയ നിയമപ്രകാരം ഇന്ന് ഇതാണ് ചെയ്യേണ്ടതെന്ന് ദൈവം വളരെ വ്യക്തമായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിതിലൊരു സംശയവും ഉണ്ടാകാൻ പാടില്ല, കാരണം ബൈബിൾ വ്യക്തമാണ്. ആ ബൈബിൾ പ്രകാരമാണ് നമ്മൾ ഓരോരുത്തരും ന്യായം വിധിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇത് വ്യക്തമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം ഇതാണ്, ആരാണ് സ്നാനം ഏൽക്കപ്പെടേണ്ടത്? അതാണ് നമ്മളുടെ അടുത്ത ചോദ്യം. അതിനുവേണ്ടി അതിന് ബൈബിൾ ആൻസർ പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും. ബൈബിളിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്താണോ ഉള്ളത് അതിനുള്ള ആൻസറുകളെല്ലാം ഉണ്ട്. കാരണം ദൈവത്തിൻ്റെ വചനമാണത്. ആ ദൈവം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും സ്വർഗത്തിൽ അവനോടുകൂടി ആയിരിക്കണം. അതിനുവേണ്ടിയാണ് അവൻ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നത്. 2 പത്രോസ് 3:9-10 വായിച്ചു നോക്കിയാൽ മതി. അവൻ യേശുക്രിസ്തു വീണ്ടും വരാന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുന്നത് അവന് പറ്റാത്തതുകൊണ്ടല്ല, പക്ഷെ ദീർഘക്ഷമയോടെ ഇരിക്കുകയാണ് അവർ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വരുവാൻ. അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആരാണ് സ്നാനമേൽക്കേണ്ടത് എന്ന് നമുക്ക് കാണാം. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ 3-ാം വാക്യം ഒന്ന് പെട്ടെന്ന് നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾക്കും ബൈബിളുകൾ അങ്ങോട്ട് കയ്യിലുണ്ടെങ്കിൽ ബൈബിളുകൾ എടുത്ത് ഒന്ന് തിരിച്ചു നോക്കാം. എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിടച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. അപ്പോൾ ശൗല്, അതായത് പൗലോസ് അപ്പോസ്തലന്റെ പൂർവ്വകാലമാണത്. ആദ്യമേ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ പൗലോസ്. അവിടെ ശൗൽ ആരെയാണ് ഉപദ്രവിച്ചതെന്നാണ് പറയുന്നത്? സ്ത്രീകളെയും പുരുഷന്മാരെയും. എന്തുകൊണ്ടാണ് സ്ത്രീകളെയും പുരുഷന്മാരെയും ഉപദ്രവിച്ചത്? അവിടെ കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ അവർ എന്തുകൊണ്ട് സ്ത്രീകളെയും പുരുഷന്മാരെയും ഉപദ്രവിച്ചു? അവര് മുതിർന്നവരായിരുന്നു. അവരാണ് ക്രിസ്ത്യാനികളാകാനായിട്ടുള്ള തീരുമാനം എടുത്ത് യഹൂദ മതത്തെ ഉപേക്ഷിച്ചല്ല, യഹൂദ മതം വിട്ട് ക്രിസ്തീയ വിശ്വാസം, അതായത് ക്രിസ്തുവിനെ അനുഗമിക്കാനായിട്ട് അവരാണ് ആദ്യം വന്നത്. അതുകൊണ്ടാണ്. അല്ലാതെ ശിശുക്കളെ, യഹൂദന്മാരുടെ വിശ്വാസപ്രകാരം ശിശുക്കൾ പാപികളല്ല. എസ്കേൽ 18:20 നമുക്ക് കാണാം, മകൻ അപ്പൻ്റെ അകൃത്യം വഹിക്കേണ്ട, പാപം ചെയ്യുന്ന ദേഹി മരിക്കും, മകൻ അപ്പൻ്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകൻ്റെ അകൃത്യം വഹിക്കേണ്ട. ഓരോരുത്തൻ ചെയ്തതിന് അവനവനാണ് കണക്ക് കൊടുക്കേണ്ടതെന്ന് അവർക്ക് അന്നേ അറിയാം. പൗലോസ് പഴയ നിയമം ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അദ്ദേഹം അതാണ് വിശ്വസിച്ചത്, മകൻ അപ്പൻ്റെ അകൃത്യം വഹിക്കണ്ടല്ലോ. അപ്പോൾ ഈ പാരൻസ് ക്രിസ്ത്യാനികളായി കഴിഞ്ഞാൽ ഈ ശിശുക്കളെ അല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ പീഡിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഉപദ്രവിക്കേണ്ട കാര്യമില്ല. കാരണം അവരവരുടെ മാതാപിതാക്കളുടെ പുറകെ പോകണേണ്, അവരെ നമുക്ക് തിരുത്താം എന്ന് പൗലോസിന് അറിയാം. അതുകൊണ്ടാണ് പുരുഷന്മാരെയും സ്ത്രീകളെയും മാത്രം അവിടെ ഉപദ്രവിച്ചത്. പുരുഷന്മാരും സ്ത്രീകളും മാത്രമാണ് ക്രിസ്ത്യാനികളായത്. പിന്നെ വേറൊരു അതേ അധ്യായത്തിൽ തന്നെ ഇങ്ങനെ ശൗൽ ഉപദ്രവിക്കുകയുണ്ടായിരുന്ന സമയത്ത് ഉപദ്രവിച്ചത് കാരണം സഭ എന്തായി? ചെതറിപ്പോയെന്ന്
ആ 4-ാം വാക്യത്തിൽ ചിതറിപ്പോയർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് എന്ന് പറഞ്ഞ ആ സുവിശേഷകൻ, അപ്പോസ്തലനല്ല, സുവിശേഷകൻ ശമരിയ പട്ടണത്തിൽ ചെന്നു. ശമരിയരോട് സുവിശേഷം അറിയിച്ചു. കുറേ പേര് വിശ്വസിച്ചു. ആ കുറേ പേര് വിശ്വസിച്ചു. 12-ാം വാക്യം ഒന്ന് വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 8:12. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. അവിടെ പുരുഷന്മാരും സ്ത്രീകളുമാണ് സ്നാനമേറ്റത്. അവിടെ എന്താ, ശമരിയ എന്ന് പറഞ്ഞ പട്ടണത്തിൽ കുഞ്ഞുങ്ങളും ശിശുക്കളൊന്നും ഇല്ലേ? ഉണ്ടായിരുന്നു. പക്ഷെ അവര് സ്നാനമേറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ പുരുഷന്മാരും സ്ത്രീകളുമാണ്. അതാണ് മെച്യൂറായിട്ട് തീരുമാനം എടുക്കാൻ കെൽപ്പുള്ളവർക്ക് മാത്രമേ സ്നാനം ആവശ്യമുള്ളൂ. പിന്നെ അതുമാത്രമല്ല, പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നവർക്ക് മാത്രം. പെന്തക്കോസ്ത് നാളിൽ കാണാം, ആ 3000 പേര് സ്നാനമേറ്റു എന്ന് പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് അവർ അപ്പോസ്തലപ്രവൃത്തി 2:37 ഒരു ചോദ്യം ചോദിച്ചു. സഹോദരന്മാരായ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്ന വ്യക്തികൾ മെച്യൂറായവരാണ്. ആ മെച്യൂറായവരാണ് ഈ പറഞ്ഞ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. അല്ലാതെ അവിടെ കുട്ടികളില്ലാത്തതുകൊണ്ടല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ കണ്ടിട്ടും, അല്ലെങ്കിൽ ബൈബിളിൽ പുരുഷന്മാരും സ്ത്രീകളും മാത്രമേ സ്നാനമേറ്റു എന്നുള്ള തെളിവുകളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് പല ആൾക്കാരും ഇങ്ങനെ കുട്ടികളെ പിടിച്ച് സ്നാനമേൽപ്പിക്കുക, അല്ലെങ്കിൽ ശിശുക്കളെ പിടിച്ച് സ്നാനമേൽപ്പിക്കുന്നത്? പലരും മാമോദീസയാണ് ചെയ്യണത്, തളിക്കുന്നു. പക്ഷെ എങ്കിൽ സ്നാനമേൽപ്പിക്കുകയാണെങ്കിൽ പോലും എന്തിനാണ് അവരെ സ്നാനമേൽപ്പിക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? ബൈബിൾ പ്രകാരം കുട്ടികൾ ആരല്ല? പാപികളല്ല. ബൈബിൾ പ്രകാരം കുട്ടികൾ പാപികളല്ല. നമ്മൾ നേരത്തെ വായിച്ചതാണ് എസ്കേൽ 18:20. അവിടെ പറയുന്നു നിങ്ങൾ പാപം ചെയ്യുന്ന ദേഹിമായിരിക്കും. മകൻ അപ്പൻ്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകൻ്റെ അകൃത്യവും വഹിക്കേണ്ട. അപ്പോൾ എൻ്റെ സ്വന്തം അപ്പൻ്റെ അകൃത്യം അല്ലെങ്കിൽ പാപം പോലും ഞാൻ വഹിക്കേണ്ട കാര്യമില്ലെങ്കിൽ ആദാമിൻ്റെ പാപം എൻ്റെ മേൽ വരുമോ? ഇല്ല. പക്ഷെ കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യം ബൈബിളിൽ തന്നെയുണ്ട്. പഴയ നിയമത്തിൽ സദൃശവാക്യം 22:15 പറഞ്ഞിട്ടുണ്ട്, ബാലന്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വടി അവനെ അതിൽ നിന്ന് രക്ഷിക്കും എന്നാണ് അവിടെ പറഞ്ഞു. പിന്നെ എഫേസ്യർ 6:1-4 വരെയുള്ള വാക്യം വായിച്ചു നോക്കിയാൽ മതി. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുക. അവർക്ക് ശിക്ഷയാണ് ആവശ്യം, അല്ലെങ്കിൽ ആ നല്ല പത്യോപദേശമാണ് ആവശ്യം. അവരെ പത്യോപദേശത്തിലും ബാലശിക്ഷയിലും വളർത്തുക, ട്രെയിൻ ചെയ്യുക എന്നാണ് പറയുക. ട്രെയിൻ അപ്പ് എ ചൈൽഡ് വെൻ ഹി ഈസ് യങ് എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് വേറെന്തെങ്കിലും, അല്ലെങ്കിൽ അവരെ പിടിച്ച് സ്നാനമേൽപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ പാപങ്ങളൊക്കെ ജനിച്ചപ്പോൾ ലഭിച്ച പാപങ്ങളൊക്കെ കഴുകിക്കളയാന്നൊക്കെ, അത് ബൈബിൾ പ്രകാരമാണോ? അല്ല. നമ്മൾ മനസ്സിലാക്കാതെ ബൈബിൾ പ്രകാരമുള്ള കാര്യമല്ല. യേശുക്രിസ്തു എന്താണ് മത്തായി 18:3 പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. യേശുക്രിസ്തു അങ്ങനെ പറയണമെങ്കിൽ ശിശുക്കൾക്ക് പാപം ഉള്ളതുകൊണ്ടാണ്? അല്ല, ശിശുക്കൾ പാപികളല്ലാത്ത. ശിശുക്കൾ പാപികളല്ല, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകാനാണ് യേശുക്രിസ്തു പറഞ്ഞത്. പാപമില്ലാത്തവരെ പോലെ. അതെ, നിങ്ങൾ അതുമാത്രമല്ല, ശിശുക്കളെ പോലെ നിഷ്കളങ്കരും, പിന്നെ അതുപോലെ പറഞ്ഞു കൊടുത്താൽ സ്വീകരിക്കാൻ തക്കോണ ഒരു ഹ്യൂമിലിറ്റി, താഴ്മയുള്ളവരായിരിക്കുക, തിരുത്താൻ പറ്റുന്നവരായിരിക്കുക. ശിശുക്കളെ സംബന്ധിച്ച് അങ്ങനെയല്ലേ, തിരുത്താൻ പറ്റും നോക്കാം അവരുടെ ആ ചെറിയ പ്രായത്തിൽ. പക്ഷെ മുതിർന്നവരായി കഴിഞ്ഞാലോ തിരുത്താൻ വളരെ ബുദ്ധിമുട്ട്. അവർ തന്നെ ഡിസൈഡ് ചെയ്യണം, എനിക്ക് മാറണം. പുകവലി മാറണമെങ്കിൽ ഞാൻ വിചാരിച്ചാൽ മതിയാ? ആ പുകവലി എല്ലാ ആളും കൂടി വിചാരിക്കണം. ഞാൻ അയാളോട് പറഞ്ഞു, നീ മുതൽ പുകവലിക്കരുത്. പക്ഷെ ശിശുവിനെ സംബന്ധിച്ച് നീ മോഷ്ടിച്ചത് തെറ്റാണ്, ഇനി നീ ഇത് റിപ്പീറ്റ് ചെയ്താൽ നിനക്ക് പണിഷ്മെന്റ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് നിർത്തും. അവന് പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉൽപ്പത്തി 8:21 കാണാം ദൈവം ഇവിടെ സംസാരിക്കുന്ന കാര്യം. ബൈബിൾ മുഴുവനും ദൈവം സംസാരിച്ചാണ്, പക്ഷെ ഇവിടെ ഉൽപ്പത്തി 8:21 നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നോഹ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവിടെ ഒരു യാഗം അർപ്പിച്ച് സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ, ഇംഗ്ലീഷിൽ പറയുന്നത് യൂത്ത് അപ്പ്, യൗവനം മുതൽ ദോഷമുള്ളതാകുന്നു, ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെ. അപ്പൊ ദൈവം എന്താണ് പറയുന്നത്? ദോഷമുള്ളത് എപ്പോൾ മുതലാണ്? യൗവനം മുതൽ. ബാല്യം മുതൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി ചെറുപ്പമായിട്ട്, പക്ഷെ ഇംഗ്ലീഷിൽ പറയുന്നത് യൂത്ത് അപ്പ്. അതാണ് നമ്മളെ കാണിക്കുന്നത്. അപ്പൊ ദൈവം തന്നെ പറയുന്നത് ജനിക്കുമ്പോൾ മുതലേ അവരുടെ ഹൃദയം ദോഷമുള്ളതെന്നാണ്? അല്ല, അതല്ല അവിടെ പറയുന്നത്, ബാല്യം മുതൽ. പിന്നെ വേറൊരു ഉദാഹരണം കൂടി, ശിശുക്കൾ പാപികളല്ല എന്ന് കുറെ വാക്യങ്ങളുണ്ട് ബൈബിളിൽ, കുറെ രീതിയിൽ നമുക്ക് തെളിയിക്കാൻ പറ്റും. പക്ഷെ 1 രാജാക്കന്മാർ 14:13 കൂടി നിങ്ങൾക്ക് നോക്കാം. 1 രാജാക്കന്മാർ 14:13 അവിടെ യെരോബെയാം എന്ന് പറഞ്ഞൊരു ഒരു ഭയങ്കര വിക്കറ്റ്, അതായത് മോശമായ രാജാവ്, ഇസ്രായേൽ മക്കളെ വിഗ്രഹാരാധനയിലേക്ക് പോലും കൊണ്ടുപോയ ഒരു രാജാവാണത്. അവരാ ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് വിഗ്രഹങ്ങളിലേക്ക് തിരിച്ചു കളഞ്ഞ ഒരു രാജാവാണ്. പിന്നെ അവരുടെ ഒരു ചോയ്സും കൂടി ഉണ്ട് അതിൽ,
മെയിനായിട്ട്. ചോയ്സ് എല്ലാവരുടെയും അവരവരുടെ ചോയ്സ് ആണല്ലോ ഓരോരു ദൈവത്തെ വിട്ടു പോകുന്നത്. അപ്പോൾ യെരോബെയാം എന്ന് പറഞ്ഞ ആ ഒരു നേതാവ്, ആ രാജാവ്, അവൻ്റെ കുടുംബത്തിൽ ആരും തന്നെ നല്ലതില്ലായിരുന്നു. പക്ഷെ ദൈവം അവൻ്റെ മകനെക്കുറിച്ച് എന്താണ് പറയുന്നത് നോക്കിക്കേ. ഇസ്രായേലൊക്കെയും അവനെക്കുറിച്ച് വിലപിച്ചു, അവനെ അടക്കം ചെയ്യും. യെരോബിയാമിൻ്റെ ഗൃഹത്തിൽ വെച്ച് അവനിൽ മാത്രം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദമുള്ള കാര്യം അല്പം കാണുകയാൽ യെരോബിയാമിൻ്റെ സന്തതിയിൽ അവനെ മാത്രം കല്ലറയിൽ അടക്കം ചെയ്യും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ദൈവം കണ്ട ആ ഒരു നന്മ ആരിൽ മാത്രമാണ്? ഈ ഒരു ശിശുവിൽ, ഈ ഒരു കുഞ്ഞിൽ മാത്രം. അവനെ മാത്രമാണ് ദൈവം യെരോബെയാമിൻ്റെ ഭവനത്തിൽ വെച്ച് നന്മ കണ്ടത്. അതെന്തുകൊണ്ടാണ്? അവന് പാപമുള്ളതുകൊണ്ടാണ്? ശിശുക്കൾ നിഷ്കളങ്കരാണെന്ന് വീണ്ടും നമ്മളെ കാണിക്കുകയാണ്. പിന്നെ നോക്കണം, പിന്നെ ശിശുക്കൾ എന്തുകൊണ്ടാണ് നിഷ്കളങ്കരായിരിക്കുന്നത്? അവർക്ക് ഒരു ഗിൽറ്റി കോൺഷ്യൻസ് ഉണ്ട്. ആ ഒരു അല്ലെങ്കിൽ എന്താണ്, പാപം ചെയ്യുമ്പോൾ നോക്കുണ്ടാകണം, തെറ്റ് ചെയ്യുമ്പോൾ നോക്കുണ്ടാകുന്ന ഒരു ഗിൽറ്റി, ഒരു കുത്തില്ലേ, അത് ശിശുക്കൾക്ക് ഉണ്ടാ? ശരിക്കില്ല. അവരെ പിടിച്ച് നമ്മളൊന്ന് ഉപദേശിക്കുമ്പോൾ അവർ ചിലപ്പോൾ തലയൊക്കെ താഴ്ത്തി നിൽക്കും. പക്ഷെ അത് കഴിഞ്ഞ് എന്താണ് അത് കഴിഞ്ഞ് അവർ വീണ്ടും കളിക്കാൻ പോകും. പിന്നെ അവർ അതിനെക്കുറിച്ച് ചിന്തിക്കൊന്നും കൂടിയില്ല. അല്ല, ഞങ്ങൾ പാപം ചെയ്തു അയ്യോ ഒന്നും പറഞ്ഞ് 2-3 ദിവസം അല്ലെങ്കിൽ മാസങ്ങളോ ഡിപ്രഷനിൽ അടിച്ചൊന്നും ഇരിക്കൂല. പക്ഷേ മുതിർന്നവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവരേതൊരു ഹൃദയത്തിൽ വർഷങ്ങൾ കഴിഞ്ഞാലും ഹൃദയത്തിൽ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ചെറുപ്പത്തിൽ ചെയ്തേക്കുന്നത്. പക്ഷേ ശിശുക്കളെ സംബന്ധിച്ച് എന്താണ്, അവർക്ക് ആ ഒരു ഗിൽറ്റി കോൺഷ്യൻസിൽ. അതുകൊണ്ടാണ് ശിശുക്കൾ പാപികളല്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ എക്ലേസിയാസ്റ്റിസ്, അതായത് സഭാപ്രസംഗി 7:29 പറയുന്നുണ്ട്. നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ദൈവം എല്ലാവരെയും നേരുള്ളവരായിട്ടാണ് സൃഷ്ടിക്കുന്നതെന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ദൈവം എല്ലാവരെയും നേരുള്ളവരായിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ ശിശുക്കളെ പിടിച്ച് സ്നാനമേൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരെ ശിശുവായിരിക്കുമ്പോൾ തളിക്കുന്ന, അല്ലെങ്കിൽ മാമോദിസ ചെയ്യുന്നത് പാപമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്? എന്തിനാണ് അത് ചെയ്യുന്നത്? അവർ വചനത്തെ വളച്ചൊടുക്കുകയാണ്. പിന്നെ അതുമാത്രമല്ല, ഏറ്റവും ഒരു മെയിൻ കാരണം ഇതാണ്. അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ, അതായത് അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പോയി പരിശോധിക്കാം. 354 AD തുടങ്ങി 430 AD വരെയുമാണ് ആ ഒരു വ്യക്തി ജീവിച്ചിരുന്നത്. അഗസ്റ്റിൻ ഓഫ് ഹിപ്പോയാണ് ആദ്യമായിട്ട് ആദാമിൻ്റെ പാപം പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു, അതായത് ജന്മപാപം, ഒറിജിനൽ സിൻ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറിനെയും കൊണ്ടുവന്നത്. ആ ഒരു പാപം ട്രാൻസ്ഫർ ആകുന്നു, നിങ്ങൾക്ക് പോലും അതിനെ തടയാൻ കഴിയില്ല, നിങ്ങൾക്കത് ആദാമിൽ നിന്ന് ലഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുവന്ന അദ്ദേഹമാണ്. അത് ബൈബിൾ വളച്ചൊടിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് കിട്ടിയത് ആ ഒരു ഉപദേശം പഠിപ്പിച്ചത്. അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ച ചില വാക്യങ്ങളാണ് സങ്കീർത്തനം 51:5. ഈ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാരണം പല ബൈബിളുകളിലും പല രീതിയിലാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വ്യക്തി ഓൾറെഡി വിശ്വസിച്ചിരിക്കുന്നത് ഈ ഒരു അഗസ്റ്റിൻ ഓഫ് ഹിപ്പോൻ്റെ, അതായത് ഒറിജിനൽ സിൻ, അതായത് പാപം നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ലഭിക്കുമെന്നുള്ള ആ ഒരു ഉപദേശമാണ് ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വ്യക്തി വിശ്വസിച്ചിരിക്കുന്നതെങ്കിൽ അയാൾ ആ രീതിയിലായിരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ബൈബിളിൽ ഒരു മുഖപക്ഷം കൂടാതെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ബൈബിളുകളിൽ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും സങ്കീർത്തനം 51:5, അതായത് ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ദാവീദ് എപ്പോഴാണ് ഇത് എഴുതിയതെന്നും കൂടി മനസ്സിലാക്കുക. കാരണം ദൈവത്തോട് പാപം ചെയ്ത് ബത്ശീബയുമായി വ്യഭിചാരം ചെയ്തതിന് ശേഷം തെറ്റ് മനസ്സിലാക്കി ഹൃദയത്തിൽ കുത്തുകൊണ്ട ദാവീദാണ് ഇത് എഴുതിയിരിക്കുന്നത്. അവൻ എഴുതിയത് എന്താണെന്ന് നോക്കുന്നു, വായിച്ചു നോക്കാം. 51:5 വാക്യത്തിൽ വായിച്ചോ. ജനിച്ച നാൾ തൊട്ട് ഞാൻ പാപിയാണ്. അത് വേറൊരു ട്രാൻസ്ലേഷനിൽ മനസ്സിലായി. ഇതാണ് ചില ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കാം. ഓക്കെ, ജനിച്ച നാൾ തൊട്ട് ഞാൻ പാപിയാണ്, അമ്മയുടെ ഉദരത്തിൽ ഉളവായപ്പോൾ മുതൽ തന്നെ. ഇതാണ് ഏത് ട്രാൻസ്ലേഷനാണ്? BSI എന്ന് പറഞ്ഞ മലയാളം ട്രാൻസ്ലേഷൻ. പക്ഷേ ശരിക്കുള്ള ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കാം. നിങ്ങൾക്ക് ഹീബ്രു എന്ന് പറഞ്ഞ ബൈബിളിൽ, ഹീബ്രു ട്രാൻസ്ലിറ്ററേഷൻ ചെയ്ത ബൈബിളിലെല്ലാം പോയി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കേ. ഇവിടെ വായിച്ചത് എന്താണ്? നേരത്തെ ഞാൻ പാപിയായിട്ടാണ് ജനിച്ചത്. ഇതും തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ടെന്ന് നോക്കിക്കേ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ ബത്ശീബയുമായി വ്യഭിചാരം ചെയ്തിരിക്കുന്ന ആ ഒരു കുറ്റം. അതുമാത്രമല്ല, ഊര്യാവിനെ കൊല്ലുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ആ ഒരു സമയത്താണ് അവനെ കൊന്നു. സൈന്യത്തിൻ്റെ മുൻപിൽ അയച്ചു ദാവീദ് മനഃപൂർവ്വം അവനെ കൊന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ, ഹൃദയത്തിൽ കുത്തുകൊണ്ട ദാവീദാണ് ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. പക്ഷേ ആളുകൾ അത് വളച്ചൊടിച്ച് ചെയ്തു, ഞാൻ ജനിച്ചപ്പോഴേ പാപിയാണ്. അപ്പോൾ എന്തായി? ദാവീദ് ഒരു യഹൂദനാണ്, അത് മനസ്സിലാക്കണം. യഹൂദനായ ദാവീദ് വിശ്വസിച്ചിരുന്നത്, ശരിക്കും യഹൂദന്മാർ ചരിത്രപ്രകാരം വിശ്വസിച്ചിരുന്നത് കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരാണ്, അവർ ജനിക്കുമ്പോഴേ പാപികളല്ല, അവർ അതുകൊണ്ടാണല്ലോ പൗലോസ് അപ്പോസ്തലൻ, അതായത് ശൗലായിരുന്ന സമയത്ത് സഭയെ മുടിച്ചു പോന്നപ്പോൾ സ്ത്രീകളെയും പുരുഷന്മാരെയും മാത്രമാണ് ഉപദ്രവിച്ചത്, ശിശുക്കളല്ല.
യഹൂദന്മാർ കുട്ടികൾ പാപികളല്ല എന്നാണ് വിശ്വസിക്കുന്നത്. ശിശുക്കൾ നിഷ്കളങ്കരായിട്ടാണ് ജനിക്കുന്നതെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ദാവീദ് മാത്രം മാറ്റി എഴുതും? ഇല്ല. കാരണം യഹൂദന്മാരെ വിശ്വസിക്കുന്നതിന് പ്രാധാന്യമുണ്ട്. കാരണം അവരിലൂടെയാണ് ദൈവം പഴയ നിയമം മുഴുവൻ നൽകിയിരിക്കുന്നത്, മോശയിലൂടെയും. പിന്നെ നമുക്ക് കാണാം യെശയ്യാ പ്രവാചകൻ, യിരെമ്യാ പ്രവാചകൻ, ദാവീദ്, ശലോമോൻ, ഇങ്ങനെയുള്ള എല്ലാവരും വിശ്വസിച്ചിരുന്നത് ശിശുക്കൾ നിഷ്കളങ്കരാണ്. ശലോമോൻ എഴുതിയ സഭാപ്രസംഗി നേരത്തെ വായിച്ചില്ലേ, ദൈവം മനുഷ്യനെ നേരുള്ളവനായിട്ടാണ്. പക്ഷെ ഈ ഒരു പാപം ചെയ്യാത്ത സമയത്ത്, അതായത് ദൈവത്തോടുള്ള ബന്ധത്തിലായിരുന്ന സമയത്ത്, ദൈവത്തോടുള്ള ബന്ധത്തിൽ എന്ന് പറയുമ്പോൾ ആ ഒരു ദാവീദിന്റെ മനസ്സിൽ ആ ഒരു വേദന മാറിയ സമയത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കിക്കേ. സങ്കീർത്തനം 139:14 ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു. സങ്കീർത്തനം 139:14 വാക്യത്തിൽ ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു, എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. അപ്പം മറ്റേ സങ്കീർത്തനത്തിൽ ഞാൻ പാപിയായിട്ട് ജനിച്ചു എന്ന് പറയുമോ ദാവീദ്? ഇവിടെ എഴുതിയിരിക്കുന്നത് എന്നെ ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പം അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കൊന്ന് എന്താണ് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ദാവീദിൻ്റെ അമ്മയെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി. സങ്കീർത്തനം 51:5 വാക്യം. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അല്ലാതെ പാപത്തിൽ ഞാൻ ജനിച്ചു വീണോന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് വീണ്ടും ഏത് ട്രാൻസ്ലേഷൻ വേണമെങ്കിലും പരിശോധിച്ച് നോക്കാം. പക്ഷേ ഹീബ്രുവിലേക്കും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം, അത് എഴുതിയ ഭാഷയിലേക്ക്. കാരണം അവിടെ എഴുതിയിരിക്കുന്നത് ദാവീദിനെ കുറിച്ചല്ല, ദാവീദ് പാപത്തിൽ പാപിയായിട്ട് ജനിച്ചു എന്നല്ല. നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി എടുത്തുപയോഗിച്ച ഒരു വാക്യം. വേറൊരു വാക്യമാണ് റോമർ 5:12-19 വരെയുള്ള വാക്യം. റോമർ 5:12-19 വരെ ഒന്ന് പെട്ടെന്ന് വായിക്കാം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഓക്കെ, അത് മാത്രമേ പുള്ളി വായിച്ചിട്ടുള്ളെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണം. ഓക്കെ, ആദാം പാപം ചെയ്തു, പാപം ലോകത്തിലേക്ക് കടന്നു. മരണം എന്ന് പറയുമ്പോൾ പാപം ചെയ്യുമ്പോൾ എന്ത് മരണമാണ് സംഭവിക്കുന്നത്? പാപം ചെയ്യുമ്പോൾ ആത്മീക മരണം. എന്താണ് വേർപാടെന്നാണ് മരണത്തിന്റെ അർത്ഥം. ആത്മീക മരണം എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള വേർപാട്. പാപം ചെയ്യുന്ന ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് വേർപെടുന്നു. ദൈവമായിട്ട് ബന്ധമില്ല, ദൈവം അത്രയും വിശുദ്ധനാണ്. യെശയ്യാ 59:1-2 വായിക്കുമ്പോൾ മനസ്സിലാവും, നിങ്ങളുടെ അകൃത്യങ്ങളാണ് എന്നെയും നിങ്ങളെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾ പോലും കേൾക്കാൻ കഴിയില്ല, നിങ്ങളുടെ അകൃത്യങ്ങൾ കാരണം. അങ്ങനെയാണ് ദൈവം യെശയ്യാ 59:1-2. അപ്പോൾ നമുക്ക് കാണാം, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. പക്ഷേ എല്ലാ മനുഷ്യരിലേക്കും എങ്ങനെയാണ് ഈ ആത്മീക മരണം കടന്നത്? അത് അടുത്ത സെക്ഷൻ വായിച്ചു നോക്കുക. റോമർ 5:12 വാക്യം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. എങ്ങനെയാണ് എല്ലാ മനുഷ്യരിലേക്കും ആത്മീക മരണം പരന്നത്? എല്ലാവരും പാപം ചെയ്തു. പാപം ചെയ്യുകയാൽ, പാപം ചെയ്യുന്നൊരു കാര്യമാണ്, ഒരു ആക്ഷനാണ്. നമുക്ക് യാക്കോബ് 1:14-15 മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണം? ആത്മീക മരണത്തെ പേർന്നു. അതാണ് നമുക്ക് ബൈബിളിൽ കാണുന്നത്. അത് ഓരോ മനുഷ്യന്റെ ചോയ്സ് ആണ്. പിന്നെ താഴത്തോട്ട് വായിക്കുമ്പോൾ കാണാം, പാപമോ ന്യായപ്രമാണം വരെ, അതായത് റോമർ 5:13-12-19 വരെ, പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നു. അതായത് ആദാം മുതൽ മോശയിലൂടെയാണല്ലോ ന്യായപ്രമാണം നൽകിയത്. ആദാം മുതൽ മോശ വരെ പാപം ലോകത്തിലുണ്ടായിരുന്നു. പാപം ചെയ്യുന്നവരെല്ലാം ദൈവത്തിൽ നിന്നും അകലുന്നുണ്ട്, ആത്മീക മരണം സംഭവിക്കുന്നുണ്ട്. പക്ഷെ ആത്മീക മരണം സംഭവിച്ച ഒരു വ്യക്തി ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു എന്ന് എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ. ആ ന്യായപ്രമാണപ്രകാരം നമ്മൾ നോക്കും, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എന്തായി? ഇതാ ഞാൻ ചെയ്തല്ലോ ഒരെണ്ണം. യാക്കോബ് 2:10 വായിക്കുമ്പോൾ കാണാം, ന്യായപ്രമാണപ്രകാരം ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും കുറ്റക്കാരൻ. ഒരെണ്ണം തെറ്റിയാൽ മതി. അപ്പോൾ അവൻ എന്തായി? ഒരു തടവറയിലായി. കാരണം ദൈവത്തിൽ നിന്ന് അകന്നവൻ, പാവം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവം അവൻ്റെ പ്രാർത്ഥനകൾ പോലും കേൾക്കുന്നില്ല. പിന്നെ ഇനി എന്താണ് വഴി? ആ തടവറയിൽ കിടന്ന് അവൻ എന്താണ് ആലോചിക്കുന്നത്? എങ്ങനെ ഇവിടുന്ന് പുറത്തിറങ്ങും? എങ്ങനെ എനിക്ക് ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിക്കാൻ കഴിയും? അവൻ കണ്ടെത്തുന്ന ഒരേ ഒരു വഴി ഇതാണ്, യേശുക്രിസ്തു. യോഹന്നാൻ 14:6 വാക്യം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യേശുക്രിസ്തു വരെ ആ വഴി ഉണ്ടായിരുന്നില്ല. യേശുക്രിസ്തുവിന്റെ മരണം അടക്കം ഉയർത്തെഴുന്നേൽപ്പ്, ആ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ് പുതിയ ഉടമ്പടി, അതായത്
മരണശേഷം പുതിയ ഉടമ്പടി ആരംഭിക്കുമ്പോഴാണ് ആ ഒരു വഴി ഒരുക്കി കൊടുത്തത് ദൈവം. നമ്മൾക്കിത് വളരെ വ്യക്തമായിട്ട് ബൈബിൾ പ്രകാരം അത് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വീണ്ടും പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ പഠിപ്പിച്ചത്. അതായത് ഏക മനുഷ്യനാൽ പാപം ലോകത്തിൽ വന്നു, പാപത്താൽ മരണം എല്ലാവരിലേക്കും പറയുന്നു. പക്ഷെ അങ്ങനെയല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ എഴുതിയതിൻ്റെ തൊട്ട് താഴെ ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാലാണ് മരണം സകലത്തിലേക്കും, അല്ലാതെ ആദാം പാപം ചെയ്യുകയാൽ സകല മനുഷ്യരിലേക്കും മരണം പരന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കിത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ. പിന്നെ താഴത്തോട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. പക്ഷേ ഇത് ഞാൻ ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറൊരു ആൻസറും കൂടി നിങ്ങൾക്ക് കാണാം. പൗലോസ് അപ്പോസ്തലൻ തന്നെ അപ്പോൾ റോമർ 7:9 ഒന്ന് വായിച്ചു നോക്കാം. പൗലോസ് അപ്പോസ്തലൻ്റെ ആ ഒരു ചെറിയ പ്രായത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു, എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. എന്താ പൗലോസ് അപ്പോസ്തലൻ്റെ കാലത്താണോ കൽപ്പന വന്നത്? അല്ല, മോശയിലൂടെയാണ്. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് കൽപ്പന വന്നത്. പക്ഷെ പൗലോസ് പറയണ കൽപ്പന വന്നപ്പോൾ ഞാൻ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. എന്ത് മരണത്തെക്കുറിച്ചായിരിക്കും അവിടെ പറഞ്ഞത്? ആത്മീകമായിട്ടുള്ള. ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. അത് ഏത് കാലമായിരിക്കും? പൗലോസിന്റെ ചെറുപ്പകാലത്ത്. അതായത് എന്താണ് ന്യായപ്രമാണം അതൊന്നും മനസ്സിലാകാതെ കൊല ചെയ്യരുത്. പൗലോസ് അത് ശിശുവായിരുന്നപ്പോൾ കേൾക്കുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവും? ഇല്ല. വ്യഭിചാരം ചെയ്യരുത്. പൗലോസ് നീ വ്യഭിചാരം ചെയ്യരുത്. കുഞ്ഞായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബാലനായിരിക്കുമ്പോൾ അവനോട് വ്യഭിചാരം ചെയ്യരുത് പൗലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് അത് കേൾക്കും, ഓക്കെ. പക്ഷേ പൗലോസിന് അത് നീ മോഹിക്കരുത് പൗലോസ് അത് കേൾക്കുന്നു. സോറി, അന്നത്തെ കാലത്ത് ശൗല നീ മോഹിക്കരുത്. പക്ഷെ ഒരു കാലം വന്നു, താഴത്തോട്ട് വായിക്കുമ്പോൾ കാണാം, ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. അങ്ങനെ പൗലോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇതെന്താ റോമർ 7:8 പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. പാപം എന്താണെന്നും കൂടി അറിയില്ല ന്യായപ്രമാണം കൂടാതെ. കാരണം ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡാണ് ന്യായപ്രമാണം. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കണം. ഇതധികം നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമുക്ക് കാണാം, ശിശുക്കൾ നിഷ്കളങ്കരാണ്, അവർക്ക് പാപമില്ല. പിന്നെ അതുമാത്രമല്ല, അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ പറഞ്ഞ ആ ഒരു ഉപദേശം വളരെ തെറ്റാണ്, ബൈബിൾ പ്രകാരം തെറ്റാണ്. ബൈബിൾ പരസ്പര വിരുദ്ധമായിട്ട് ഒരിക്കലും സംസാരിക്കാൻ പോണില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ബൈബിളിൽ നിന്ന് കാണുന്നത്. ബൈബിൾ വ്യക്തമാണ്, എല്ലാ കാര്യങ്ങളിലും ശിശുക്കൾ നിഷ്കളങ്കരാണ്, അല്ലാതെ ജന്മപാപമൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. പിന്നെ നോക്കണം, പല ആൾക്കാരും ശിശുക്കളെ പിടിച്ച് സ്നാനം ഏൽപ്പിക്കുന്നതിൽ വേറെ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതാണ്. അപ്പോസ്തല പ്രവൃത്തി 2:38-39 ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കാം. 2:38-39. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്നുള്ള ദാനം ലഭിക്കും. ഓക്കെ, അത് മനസ്സിലായി. പക്ഷെ അടുത്തത്, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ എല്ലാവർക്കും ഉള്ളതല്ലോ. ഏവർക്കും. അതായത് അവിടെ വാഗ്ദത്തം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും എന്ന് പറയുമ്പോൾ ചിലവർ വിചാരിക്കും, അവിടെ മക്കൾ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ എന്ന് പറയുമ്പോൾ ശിശുക്കളെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയല്ല ഇവിടെ പറയണത്. നിങ്ങളത് പണ്ഡിതന്മാരോടോ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിയോ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പരിശോധിച്ചോ. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ എന്ന് പറയുമ്പോൾ യഹൂദന്മാരെ മുഴുവനുമാണ് കാണിക്കുന്നത്. അതായത് വാഗ്ദത്തം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും ലഭിക്കും നിങ്ങളതനുസരിച്ചാൽ. പിന്നെ നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായവരും ആരാണ്? ജാതികളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെന്ന് പറയുമ്പോൾ യഹൂദന്മാരെ മുഴുവൻ, അല്ലാതെ യഹൂദന്മാരെ നിങ്ങളും ഇവിടെ കൂടിയിരിക്കുന്ന യഹൂദന്മാരും പിന്നെ നിങ്ങളുടെ കുഞ്ഞു മക്കൾക്കും എന്നല്ല, യഹൂദന്മാരുടെ ആ ഒരു വംശത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് പലരും ശിശുക്കളെ പിടിച്ച് സ്നാനമേൽപ്പിക്കുന്നതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്യം. പക്ഷെ അത് അങ്ങനെയല്ല, അത് അവരുടെ വ്യാഖ്യാനമാണ്. അവരുടെ ഉപദേശങ്ങളോട് ബൈബിള് ചേർന്ന് പോകാൻ വേണ്ടി ബൈബിൾ വളച്ചൊടിക്കുന്നതാണ്. പിന്നെ വേറെ ചിലർ പറയും യേശുക്രിസ്തു 8-ാം നാളിൽ പരിച്ഛേദനയേറ്റു, പൗലോസ് 8-ാം നാളിൽ പരിച്ഛേദനയേറ്റു എന്ന് പറയുന്നുണ്ടല്ലോ. ഫിലിപ്പിയർ 3:5 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, ഇതൊക്കെയാണ് ബൈബിളിൽ പൗലോസ് പറയുന്നത്. ഫിലിപ്പിയർ 3:5 യേശുക്രിസ്തുവും ശിശുവായിരുന്നപ്പോൾ പരിച്ഛേദന എന്ന് പറയുമ്പോൾ അബ്രഹാമിന് ദൈവം കൊടുത്തൊരു ഉടമ്പടിയായിരുന്നു. അതായത് അവൻ്റെ സന്തതി, അതായത് ഭൗതികമായുള്ള എല്ലാ സന്തതികളും എന്ത് ചെയ്യണം? പരിച്ഛേദന ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് ദാവീദ് ഗോലിയാത്തിന്റെ മുമ്പിൽ വന്നപ്പോൾ പറഞ്ഞത്, നീ അഗ്രചർമ്മിയായ ഫിലിസ്ത്യൻ ദൈവത്തിന്റെ സൈന്യത്തോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്കത് വായിച്ചു നോക്കാം. അവൻ അഗ്രചർമ്മി എന്നാണ് വിളിച്ചിരിക്കുന്നത് ഗോലിയാത്തിനെ. അപ്പോൾ ദാവീദ് പരിച്ഛേദനക്കാരൻ, അതായത്
അബ്രഹാമിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചത്. അപ്പോൾ അബ്രഹാമുമായിട്ടുള്ള ഒരു ഉടമ്പടിയായിരുന്നു ആ പരിച്ഛേദന എന്ന് പറഞ്ഞത്. പക്ഷെ നമുക്കറിയാം പുതിയ ഉടമ്പടിയിൽ ഹൃദയത്തിന് പരിച്ഛേദനയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഹൃദയത്തിന് പരിച്ഛേദന ലഭിച്ചവർ. ഓക്കെ, പക്ഷേ 8-ാം നാളിലല്ല അത്. അങ്ങനെ 8-ാം നാളിൽ ഹൃദയത്തിന് പരിച്ഛേദനയേറ്റവരായിട്ടും ബൈബിളിൽ എവിടെയും പറയണില്ല. പക്ഷേ സ്നാനമേൽക്കുന്നവരെല്ലാം സ്ത്രീകളും പുരുഷന്മാരുമാണ്. അതാണ് ബൈബിൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ വേറെ ചില കാരണങ്ങൾ ആളുകൾ ശിശുക്കളെ പിടിച്ച് സ്നാനമേൽപ്പിക്കുന്നു, അല്ലെങ്കിൽ മാമോദിസ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിൽ വിട്ടുപോരാത്തതിൻ്റെ കാര്യം ആ ഒരു പാരമ്പര്യം. ആളുകൾക്ക് ഇത് മതി. എൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പന്മാരും എല്ലാം ഇതാണ് പരിശീലിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഈ സഭയിൽ ഉറച്ചവരാണ്, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറാൻ പറ്റില്ല, ഞങ്ങൾ ഇതിലാണ്, പാരമ്പര്യമാണ്, ഇത് വിട്ട് മാറാൻ പറ്റില്ല. അങ്ങനെ പല കാരണങ്ങളും പറഞ്ഞവരെന്ത് ചെയ്യും, ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അവസാനം മരിക്കുന്നു, കല്ലറയിൽ അടക്കം ചെയ്യുന്നു. അവർ സ്വർഗത്തിൽ പോവോ? ഇല്ല, സ്വർഗത്തിൽ പോകില്ല. കാരണം വചനം അനുസരിക്കാത്തവർ സ്വർഗത്തിലേക്ക് പോകില്ല. ദൈവം കടത്തിവിടില്ല. ദൈവത്തിന് അത് സാധ്യം. ദൈവത്തിൻ്റെ വചനത്തിനെതിരായിട്ട് ദൈവം ഒരിക്കലും ഒന്നും പ്രവർത്തിക്കാൻ പോണില്ല. 2 തെസ്സലോനിക്കർ 1:6-8 വരെ വായിക്കുമ്പോൾ കാണാൻ പറ്റും, ദൈവത്തെ അറിയാത്തവർക്കും കർത്താവ് യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും ദൈവം പ്രതികാരം ചെയ്യുന്ന നാളാണത്. ആ നാളിൽ നമ്മൾ ചെയ്തില്ല എന്ന് നമുക്ക് ഒരു എക്സ്ക്യൂസ്, ആർക്കെങ്കിലും ഒരു എക്സ്ക്യൂസ് ഉണ്ടോ? ഇല്ല, ആർക്കും ഒരു എക്സ്ക്യൂസ് ഇല്ല. അപ്പോൾ നമുക്ക് കാണാം, സ്നാനം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്നാനം വെള്ളത്തിലാണ്. ശിശുക്കളെ സ്നാനമേൽപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. സ്നാനം തളിക്കലാണോ? അല്ല, പൂർണ്ണമായ മുങ്ങലാണ്. റാൻഡീസോ അല്ല, ബാപ്റ്റീസോ ആണ്. അപ്പോൾ നമുക്ക് കാണാം, ഇതൊക്കെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കറിയാം. യേശു ക്രിസ്തു പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കുക. മർക്കോസ് 16:16, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ശിശുക്കൾക്ക് വിശ്വസിക്കാനായിട്ട്, അതായത് എന്തെങ്കിലും പറയുമ്പോൾ അവർ വിശ്വസിക്കായിരിക്കും, പക്ഷെ വേറൊരാൾ പറയുമ്പോൾ അവർ അത് വിശ്വസിക്കും. അങ്ങനെയല്ല, ആ ഒരു വിശ്വാസമല്ല. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാവുന്നു. പിന്നെ റോമർ 10:17, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അങ്ങനെയാണ് വിശ്വാസം വരുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, അതൊരു ഒന്നും കാണാതെയുള്ള ഇതല്ല. സ്വന്തമായിട്ട് റീസൺ ചെയ്ത് യുക്തിക്കനുസരിച്ച്, അതായത് നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാനും ലോജിക്കലായിട്ട് ചിന്തിക്കാനും കെൽപ്പുള്ളവർക്കാണ് ആ ഒരു വിശ്വാസം ഉണ്ട്. അങ്ങനെയുള്ളൊരു വിശ്വാസമാണ് മാറാത്തത്. അങ്ങനെ വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവർക്കാണ് രക്ഷയുള്ളത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നു. ഇത് യേശു ക്രിസ്തു അതാണ് പറഞ്ഞത്. അല്ലാതെ ശിശുക്കൾക്ക് ആ ഒരു വിശ്വാസമില്ല. പക്ഷേ ശിശുക്കളെ കുറിച്ച് ബൈബിൾ പറയുന്നത് എന്താണ്? അവരുടെ ദൂതന്മാർ, അതായത് മത്തായി 18:10-11 വരെ വായിച്ചാൽ മതി. അവരുടെ ദൂതന്മാർ പിതാവിൻ്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് ആ ഒരു സെപ്പറേഷൻ വന്നിട്ടില്ല. സ്പിരിച്വലായിട്ട് അവർ സെപ്പറേറ്റഡ് അല്ല. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നവരല്ല, അവർ സെപ്പറേറ്റഡ് അല്ല. പക്ഷേ വേറൊരു കാര്യം കൂടി മുതിർന്നവർക്കൊരു വാണിംഗ് നൽകുന്നുണ്ട്. മുതിർന്നവർക്കുള്ള വാണിംഗ് ഇതാണ്. മത്തായി 18:6 എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ തള്ളിക്കളയുന്നത് അവന് നന്ന്. ഇതാണ് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വചനപ്രകാരം അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയും പരിശീലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ ചെറിയവർക്ക് കൂടിയാണ്, അതായത് ശിശുക്കൾക്ക് കൂടിയാണ് ഇടർച്ച വരുത്തുന്നത്. കാരണം അവർ കണ്ട് ഇതാണ് പരിശീലിക്കാൻ പോകുന്നത്, ഇതാണ് കാണുന്നത്. പക്ഷെ അവർ മുതിർന്നു കഴിയുമ്പോൾ അവരുടെ തീരുമാനം. പക്ഷേ നമ്മൾ ആ ഒരു ചെറിയ പ്രായത്തിൽ ഈ സത്യങ്ങളെ മറച്ചു വെക്കുന്നവരാകരുത്. സത്യങ്ങൾ അറിയുമ്പോൾ നമ്മളതനുസരിക്കുക. സത്യം അറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ ഇത്രയും നേരം കേട്ട നിങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു. താങ്ക് യു.